23, 24, 25 ആ മൂന്നായത്തോടുകൂടി വാക്യം തീർന്നല്ലേ. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്ത് അത് أعوذ بالله يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. ഇന്നല്ലദീന അവിടെ എന്താ ചെയ്യേണ്ടത്? ഇന്ന ഈ നിർഭത് രണ്ട് കദറാണ്. യർമൂനൽ മുഹ്സനാത്തി അവിടെയും അലിഫിന് ഉച്ചാരണമില്ല, വസിലിൻ്റെ അംസയാണ് കൂട്ടി ഓതുമ്പോൾ. പിന്നെ അൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തി അവിടെയും തദൈവ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസിലിൻ്റെ അംസയാണ്. അൽ മുഅ്മിനാത്തി അവിടെയും കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല, വസിലിൻ്റെ അംസയാണ്. പിന്നെ ലുഇനു ഫിദ്ദുന്യ അവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഫി നീട്ടാനൊരു യാവുണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു വസിലിൻ്റെ അംസമുണ്ട്, പിന്നെ ലാമുണ്ട്. മൂന്നക്ഷരത്തിനും ഉച്ചാരണമില്ല. അപ്പം എങ്ങനെ ഓതണം? ലുഇനു ഫിദ്ദുന്യ, ലുഇനു ഫിദ്ദുന്യ അവിടെ ഫീ നീട്ടണ്ട എന്നർത്ഥം. പിന്നെ വൽ ആഖിറത്തി അവിടെയും അലിഫിന് ഉച്ചാരണമില്ല, ലാമിന് ഉച്ചാരണമുണ്ട്. പിന്നെ വലഹും ആ മീമിന് എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ ചെയ്യണം. പിന്നെ ആ മീമിന് എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. പിന്നെ അൽസിനതഹും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ആ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. വ ഐദീഹിം അവിടെയും വൈദീഹിം എന്നൊന്നും ഓതാൻ പാടില്ല, വ ഐദീഹിം ആ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, കത്തിൻ്റെ അംശയാണ്. വ അർജുലഹും അവിടെ ആ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, കത്തിൻ്റെ അംശയാണ്. പിന്നെ ബിമാക്കാനു ആ നു എന്നുള്ള നീട്ട അലിബാബിൻ്റെ ശേഷമുള്ള അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. യഅ്മലൂൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. പിന്നെ യൗമ ഇദിൻ ആ കസിർ തൻവീൻ എന്ത് ചെയ്യണം? യായിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? യൗമ ഇദിൻ യുവഫീഹിമുല്ലാഹു അവിടെ അള്ളാഹു കൂട്ടി ഉച്ചരിക്കുമ്പോൾ ആലിഫിനും ഉച്ചാരണം ഉണ്ടാവില്ല, വസിൻ്റെ അംസയാണ്. ദീനഹുമുൽ ഹഖ് അവിടെ ദീനഹും പിന്നെ അലിഫിന് എന്തുണ്ടാവില്ല, കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വയഅലമൂന അവിടേക്ക് 2 കദർ. അന്നല്ലാഹ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, കത്തിൻ്റെ അംസയാണ്. ഹുവൽ ഹഖുൽ മുബീൻ അവിടെ ഹുവൽ ഹഖു അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, അൽ മുബീൻ കൂട്ടി ഓതുമ്പോൾ ആ അലിഫിനും ഉച്ചാരണം ഉണ്ടാവില്ല. ആ 3 ആയത്ത് എല്ലാവരും കൂടി ഒന്ന് ഓതിയേക്കണേ. അഴുതുമില്ല. യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ് വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ. തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്നാ അർത്ഥം പറഞ്ഞോളി. ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ. യർമൂന റമ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എറിയ, ഉദ്ദേശാർത്ഥം ദുരാരോപണം നടത്തുക. അപ്പോൾ ഇന്നല്ലദീന യർമൂന
തീർച്ചയായും ദുരാരോപണം നടത്തുന്നവരാരോ അവർ. ആരെ? അൽ മുഹ്സനാത്തി, പതിവൃദ്ധകളായ സ്ത്രീകളെ. അൽ ഗാഫിലാത്തി, ഗാഫിലാത്ത് പറഞ്ഞാൽ വ്യഭിചാരത്തെപ്പറ്റി പിന്നെ ഓർക്കുക പോലും ചെയ്യാത്ത, ഗഫലത്ത് തന്നെയാണ് സംഗതി. അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ? വ്യഭിചാരത്തെപ്പറ്റി ഓർക്കുക പോലും ചെയ്യാത്ത അത്തരം അശ്രദ്ധയിലായ സ്ത്രീകളെപ്പറ്റി. അൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളുമായ. അപ്പം സത്യവിശ്വാസിനികളും വ്യഭിചാരത്തെപ്പറ്റി മനസ്സിൽ ഓർക്കുക പോലും ചെയ്യാത്ത പതിവൃതകളായ സ്ത്രീകളെ ആരോപണം പറയുന്നവരാരോ അവർ. പിന്നെന്താ പറയണേ? ലോ ഐനു. ലോ ഐനു പറഞ്ഞാൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഫിദ്ദുന്യാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും, ദുനിയാവിലും പരലോകത്തും. വലഹും, അവർക്കുണ്ട് താനും, അദാബുൻ, ശിക്ഷ, അലീം, ഭയങ്കരമായ അല്ലെങ്കിൽ ഗുരുതരമായ ശിക്ഷ അവർക്കുണ്ട്. യൗമ തഷ്ഹദു അലൈഹിം, യൗമ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. തഷ്ഹദു, സാക്ഷി പറയും. അലൈഹിം, അവർക്കെതിരെ സാക്ഷി പറയും. അലൈഹിം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ, മേലല്ല. മേൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണേ എതിർക്കെതിരെ, അവർക്കെതിരെ. അൽസിനത്തുഹും, അവരുടെ നാവുകൾ. വ ഐദീഹിം, അവരുടെ കൈകളും. വ അർജുലുഹും, അവരുടെ കാലുകളും. ബിമാ കാനു യഅ്മലൂൻ, അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി, എന്തെന്നാണോ അവർ പ്രവർത്തിച്ചത് ആ പ്രവർത്തനത്തെപ്പറ്റി അവരുടെ നാവും കയ്യും കാലുമൊക്കെ അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം. യൗമ ഇദിൻ, അന്നേ ദിവസം. യുവഫീഹിമുല്ലാഹ്, അള്ളാഹു അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും, പരിപൂർണമാക്കി കൊടുക്കും, നിറവേറ്റിക്കൊടുക്കും. എന്ത്? ദീനഹുമുൽ ഹക്ക്, യഥാർത്ഥ അവരുടെ പ്രതിഫലം പരിപൂർണമാക്കി കൊടുക്കും. വയഅലമൂന, അവർ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യും. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവൽ ഹക്കുൽ മുബീൻ, ഇത് വ്യക്തമായ യാഥാർത്ഥ്യമാണ് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യും. തിരിച്ചു വരിക. ഇന്നല്ലദീന, എന്താ ഇന്നല്ലദീന? ഇന്ന എന്തിനാ പറയണതെന്നൊക്കെ നമ്മൾ എന്തിനാ പറയണത്? ഇതിനു മുമ്പ് നമ്മൾ കുറേ വിശദീകരിച്ചു. ഇന്നെന്തിനാ പറയണത്? ഇന്നെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? തീർച്ചയായും, തേക്കീദിനുള്ള അക്ഷരാണ് അല്ലേ? തേക്കീദിനുള്ള അദാത്താണ്. അപ്പോൾ ആ തീർച്ചയായും എന്ന് നമ്മൾ എപ്പോഴാണ് ഭാഷയിൽ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഉപയോഗിക്കുക? ഇന്നൻ്റെ ശേഷം പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തിയിട്ടില്ലെങ്കിൽ, ആ പറയുന്ന കാര്യം പകർത്തിയിട്ടില്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ശിക്ഷയ്ക്ക് അർഹരാവും, അല്ലെങ്കിൽ പകർത്തുകയാണെങ്കിൽ ശിക്ഷയ്ക്ക് അർഹരാവും. രണ്ടിനും എന്തുവരും? ഇന്ന വരും. അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും. അതിനുശേഷം എന്താ പറയാൻ പോകണമെന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇന്നല്ലദീന, യാതൊരു കൂട്ടർ. യർമൂന, റമ എന്ന് പറഞ്ഞ വാക്ക് നമ്മളെന്താ പഠിച്ച്? എറിയ എന്നാ പഠിച്ച്. എറിയുക അല്ലേ? റമ, എറിയുക. അപ്പം എങ്ങനെയാണ് പിന്നെ അത് ആരോപണം എന്നുള്ള അർത്ഥം വന്നത്? റമ എന്നുള്ളതിന് മറ്റൊരർത്ഥം എന്താ? കദഫ. ഇവിടെ ഇപ്പം ആരോപണം പറയാന്നാ. ആരോപണം പറയാൻ എന്താ? നമ്മളിപ്പോൾ എറിയുമ്പം നമ്മുടെ ഉദ്ദേശം എന്താ?
ഞാൻ ഇപ്പം നിങ്ങളെ എറിയ കല്ലെടുത്ത്, നമ്മുടെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് അത് കൊള്ളണം, അയാളെ തല പൊട്ടണം, അല്ലെങ്കിൽ അയാൾ മരിക്കണം, അല്ലെങ്കിൽ അയാൾ അപകടത്തിൽ പെടണം, അല്ലെങ്കിൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവിടെ ആ സംഗതി ഉണ്ടാവണം. ഇതാണല്ലോ നമ്മൾ കല്ലെടുത്തെറിയുമ്പോൾ. ഇതേപോലെ നമ്മൾ ഒരാളുടെ പേരിൽ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി വെച്ച് കെട്ടി പറയുമ്പോൾ, ആരോപണം പറയുമ്പോൾ, അത് അയാൾക്ക് കിട്ടിയ ഒരു കല്ല് കൊണ്ട് കിട്ടിയ ഏറ് പോലെയാണ്. അതിനേക്കാൾ ഭീകരമാണ് അല്ലേ? കല്ലുകൊണ്ട് കിട്ടിയ എന്തുണ്ടാവും? ഹോസ്പിറ്റലിൽ പോയാൽ ഇയാളടുത്ത് പോയാൽ മതി, ഇയാൾ എന്തുകൊണ്ട് വരും? ആംബുലൻസുമായിട്ട് വരും. ചിലപ്പോൾ അവിടെ നിന്നൊക്കെ കെട്ടിപ്പൂട്ടി ശരിയാക്കി രണ്ടാഴ്ച ശരിയാവും. എന്നാൽ അതിലപ്പുറമാണ് എന്ത്? എൻ്റെ നാവ് കൊണ്ട് നിങ്ങൾ എറിഞ്ഞാൽ, എൻ്റെ നാവ് കൊണ്ട് ഒരു ഏറിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും, മരണം വരെ ആ മുറിവ് മാറൂല. അതുകൊണ്ടാണ് സല്ലത്തുൽ ലിസാൻ അശദ്ദു മിൻ സല്ലത്തിൽ ഖദം. കാല് കൊണ്ടൊരാൾ വഴുതി വീഴുന്നതിനേക്കാൾ ഭീകരമാണ്, ഗുരുതരമാണ് എന്ത്? നാവ് കൊണ്ട് ഒരു വഴുതി വീഴൽ എന്നുള്ള. അപ്പം നാവിൻ തുമ്പത്ത് നിന്ന് വരുന്ന ഒരു വാക്ക് കൊണ്ട് മറ്റൊരാളെ എറിയുമ്പോൾ അതിൻ്റെ പാടുകൾ ഒരിക്കലും മാറൂല, അത് മരണം വരെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാൻ എന്തിനാപ്പം ഈ ആരോപണം പറയണമൊക്കെ എത്ര വലിയ വണ്ടക്ക അക്ഷരത്തിൽ ഖുറാനിൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും. അതിനേക്കാൾ എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് ലോകത്തു നിന്നൊക്കെ വിചാരിക്കും. പക്ഷേ അന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ആ ആരോപണം എന്ന ആയുധമാണ് ഇന്നും രാഷ്ട്രീയക്കാരാവട്ടെ, മതവിഭാഗങ്ങളാവട്ടെ, മറ്റ് മതവിഭാഗങ്ങളെ അല്ലെങ്കിൽ എതിരാളിയായ രാഷ്ട്രീയ വിഭാഗക്കാരെ പിന്നെ പിടിച്ചിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം ഏതാ? ആരോപണമല്ലെന്നും. കണ്ടില്ലേ? നിങ്ങളൊന്ന് പിന്നെ വാർത്താ മീഡിയയൊക്കെ ഒന്ന് തുറന്നു നോക്കേണ്ടി. ആരോപണങ്ങളെ കൊണ്ടാ, ആരോപണം അങ്ങോട്ട് അയച്ചു വിട്ടിട്ട് എന്ത് ചെയ്യും? ഓനങ്ങട്ട് ഇരുത്തും, ഓനെ കുളിപ്പിച്ച് ഇരുത്തുവാട് അല്ലേ? ആ രൂപത്തിലുള്ള ആരോപണമാണ് അന്നും ഇന്നും ഏത് കാലത്തും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആ പ്രയോഗം ഇന്നല്ലദീന യർമൂന, ആരോപണം പറയുന്ന ആളുകൾ, ദുരാരോപണം പറയുന്ന ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ വെറുതെ അങ്ങ് പറഞ്ഞതല്ല. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? നമുക്കതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാണ്ട്. ഈ ആരോപണം പറയുമ്പോൾ മറ്റൊരാളെ, ശത്രുവിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇരുത്തിക്കളയാൻ പറ്റും, അല്ലെങ്കിൽ അവനെ നശിപ്പിക്കാൻ പറ്റും. നേരിട്ട് ആക്രമിക്കണേക്കാട്ടിലും വലിയൊരു ആയുധമാണ് എന്ത്? ആരോപണം പറയാന്നുള്ളത്. അതുകൊണ്ടാണ് അടിക്കടി വിശുദ്ധ ഖുർആൻ ഈ സൂറത്ത് തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്നല്ലദീന യർമൂന. പിന്നെ പറയണ എന്താ? അൽ മുഹ്സനാത്ത്. എന്താ ഈ മുഹ്സനാത്ത് അറിയണത്? മുഹ്സനാത്ത് ഭാഷാന്തരം ചെയ്തപ്പോൾ നമ്മൾ പതിവൃത. എന്താ ഈ പതിവൃത അറിയണത്? വിശുദ്ധ ഖുർആനിൽ മുഹ്സനാത്ത് എന്താണ് അതിൻ്റെ അസിലെന്താ? മുഹ്സനാത്ത് ഹസന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹസ്നുൽ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു പുസ്തകമല്ലേ അല്ലേ? ദുആ ചെയ്യണ രാവിലെയൊക്കെ എടുത്ത് നിങ്ങൾ ചെറിയൊരു ബുക്ക് ഉണ്ടല്ലേ? നിങ്ങൾ പള്ളികളിലൊക്കെ ഉണ്ടാവും ഒരു ചുവന്ന പുസ്തകം അല്ലേ? ഹസ്നുൽ മുസ്ലിം എന്നാ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രക്ഷയാണ്, പ്രൊട്ടക്ഷനാണത്. പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും മറ്റു പ്രാർത്ഥനകളൊക്കെ അതിലുണ്ടാവും അല്ലേ? ആ പ്രാർത്ഥനകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു പ്രതിരോധമാണ്. അതാണ് ഹസ്നുൽ മുസ്ലിം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം, അതാണ് ശരിക്കും അതിൻ്റെ ശരിയായ അർത്ഥം. അപ്പം ഇനി ഇവിടെ മുഹ്സനത്ത് എന്ന് പറയുന്നത് പിന്നെ വിവാഹിതയായ സ്ത്രീക്ക് എന്ത് പറയും? മുഹ്സനത്ത് എന്ന് പറയും. രണ്ടാമത്തത് പിന്നെ പതിവ്രത അഫീഫത്തായ പരിശുദ്ധകളായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പിന്നെ വ്യഭിചാരത്തെ പറ്റിയൊന്നും ആലോചിക്കുക പോലും ചെയ്യാത്ത അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടാവില്ലേ? ആ രൂപത്തിലുള്ള പതിവ്രതകളായ സ്ത്രീകൾ അഫീഫത്ത് പറയും. രണ്ടാമത്തത് മൂന്നാമത്തത് സ്വതന്ത്രയായ സ്ത്രീ. എന്താ ഈ സ്വതന്ത്രയായ സ്ത്രീയും അടിമ സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം? സ്വതന്ത്രയായ സ്ത്രീകൾ പിന്നെ വേണ്ടാവൃത്തിയെ പറ്റി വല്ലാതെ ആലോചിക്കൂല. ജാഹിലിയ്യ കാലഘട്ടത്തൊക്കെ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചിക്കാരാ? അടിമ സ്ത്രീകളാണ് അല്ലേ? അപ്പം
സ്വതന്ത്രയായ സ്ത്രീക്ക് എന്തുണ്ടാവും? അത് ശരിക്കും മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയും. എന്നാൽ അടിമ സ്ത്രീക്ക് അങ്ങനെ കഴിയൂല. അപ്പോൾ അവിടെയും മഹ്സനത്ത് എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹിതയായ സ്ത്രീയോ അല്ലെങ്കിൽ എന്തല്ല പിന്നെ അവിടെ എന്തുണ്ട്? ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ അതിലുള്ള പ്രൊട്ടക്ഷൻ എന്താ? ആ വിവാഹത്തോടു കൂടി ആ വനിതയുടെ ആ സ്ത്രീയുടെ ഗുഹ്യസ്ഥാനവും മറ്റു ഭാഗങ്ങളും കണ്ണും കയ്യും കാലും ഒക്കെ സൂക്ഷിച്ചു, പ്രൊട്ടക്ഷനാക്കി വെച്ചു അല്ലേ? വിവാഹത്തോടു കൂടി. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുമോ? വിവാഹത്തോടു കൂടി ഇല്ല. രണ്ടാമത്തൊന്ന്, ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്ന പിന്നെ അഫീഫത്തായ പരിശുദ്ധകളായ സ്ത്രീകൾ ആ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും അവരും എന്തു ചെയ്യും? അവരുടെ എല്ലാ മേഖലകളും പിന്നെ വളരെ സുരക്ഷിതമായി കൊണ്ടുപോകും. അങ്ങനെയുള്ള സ്ത്രീക്കും എന്തു പറയും? മഹ്സനത്ത്. മൂന്നാമത്തതൊന്ന് സ്വതന്ത്രയായ സ്ത്രീകൾ. അപ്പോൾ ഈ ആശയമൊക്കെ എന്തിനുണ്ട്? മഹ്സനത്ത്. മഹ്സനത്ത് എന്നതിൻ്റെ ബഹുവചനമാണിത് മഹ്സനാത്ത്. അപ്പം പതിവ്രതകളായ അഫീഫാത്തായ സ്ത്രീകളെ ദുരാരോപണം നടത്തുന്നവരാരോ അവർ. പിന്നെ പറയുന്നത് എന്താണ്? അടുത്തതെന്താ ആ പദം? അൽ മഹ്സനാത്തിൽ ഗാഫിലാത്തി. എന്താ ഗാഫിലാത്ത് പറഞ്ഞത്? ഗഫലത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഗഫലത്ത് എന്തിനാ ഉപയോഗിക്കണം? എന്തിനാ നമ്മൾ ഗഫലത്ത് ഉപയോഗിക്കണത്? ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ? ഗഫലത്ത് അശ്രദ്ധ അല്ലേ? ശ്രദ്ധ തിരിച്ചുവിടുക എന്നൊക്കെയാണ് ഗഫലത്ത് അല്ലേ? ആണല്ലോ ഉദ്ദേശിക്കണത്. നിങ്ങൾ വരട്ടോ. അശ്രദ്ധ, ശ്രദ്ധ മറ്റിടത്തേക്ക് തിരിച്ചു വരിക, ശ്രദ്ധിക്കാതിരിക്കുക എന്നല്ലേ അശ്രദ്ധ എന്ന് പറയുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക. ഇവിടെ ഇപ്പം നമ്മളെ വിഷയം എന്താ? വ്യഭിചാര ആരോപണം. അപ്പം വ്യഭിചാരം എന്ന സംഗതിയെപ്പോലും ചിന്തിക്കാതെ, അങ്ങനെ ഒരു ആലോചന മനസ്സിൽ തോന്നാതെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾക്കൊക്കെ എത്ര വയസ്സായ പെൺകുട്ടികളുണ്ട്? എത്ര വയസ്സായ പെൺകുട്ടികളുണ്ട്? 5 വയസ്സ്. ഈ 5 വയസ്സ് വരെ ഒരു വിവാഹം എന്ന് പറയുന്ന സംഗതിയെപ്പറ്റി ആ കുട്ടി ചിന്തിക്കുമോ? ഇല്ല. എന്ത് വിവാഹത്തിന്, എന്ത് വൈവാഹിക ബന്ധം അതൊന്നും അറിയില്ല. ചിലപ്പോൾ ആരാനും സീരിയലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇതുണ്ടാവും, അത് നോക്കരുത്. അതല്ല, ശരിയായ 5 വയസ്സോ 6 വയസ്സോ ഒക്കെ ആയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ബന്ധത്തെപ്പറ്റി ആലോചനയല്ല, ചിന്തല്ല. അതിൻ്റെ ആലോചന എന്താ? അവിടെ കാണുന്ന കളിപ്പാവ, ആ പുസ്തകം, അല്ലെങ്കിൽ ഇന്ന കാര്യം, അതിൻ്റെ ഒരു ലോകം ഉണ്ടാവും. അത് മാത്രമേ അത് ആലോചിക്കുള്ളൂ ആ പ്രായത്തിലുള്ള കുട്ടി അല്ലേ? ആണല്ലോ. അതാണ്. അപ്പം അശ്രദ്ധ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ആ ഏതൊരു കാര്യത്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ വ്യഭിചാരമാണ് വിഷയം, വ്യഭിചാരാരോപണമാണ്. അപ്പം ആ വ്യഭിചാരം എന്ന ആ കാര്യത്തെപ്പറ്റി ശ്രദ്ധിക്കുക പോലും, അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലുള്ള സ്ത്രീകൾ, അതാണ് എന്ത് പറയുന്നത്? വാഫിലാത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാഫിലത്ത് എന്ന് പറയുന്നത് അങ്ങനത്തെ സ്ത്രീകളാണ്. ഇനി ആ കുട്ടി തന്നെ ഒരിത്തിരി വയസ്സായാലോ? നിങ്ങൾ ആ കുട്ടീനെ പിന്നെ മോളെ എന്നെ ഞാൻ കെട്ടിക്കട്ടെ, നിങ്ങളെ മോളോട് 5 വയസ്സായ 6 വയസ്സായ കുട്ടീനോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട, എന്ത് വിവാഹം അന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ വിവാഹ പ്രായത്തിലെത്തിയ ഒരാളോ അതിനോട് ഞാൻ അതിനെ കെട്ടിച്ചിട്ട് ചോദിച്ചാൽ എന്താ പറയുക? ഇന്ന ആളുമായിട്ട് തന്നെ കല്യാണം നടത്തിട്ട് ചോദിച്ചാൽ എന്താ പറയുക? നാണം ഉണ്ടാവും അല്ലേ? ഒരു നാണവും ലജ്ജയും ഒക്കെ ഉണ്ടാവും. സ്വഭാവം മാറി വരും അല്ലേ? കുറച്ചുകൂടി പ്രായമായാലോ ചിലപ്പം മിണ്ടാതിരിക്കുക എന്നുള്ളത് എന്താണ്? മൗനം എന്താണ്? സമ്മതമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ, ഇസ്ലാമിക ശരീഅത്ത് സ്വന്തം മകളാണെങ്കിലും വിവാഹം കഴിക്കണമെങ്കിൽ എന്തു വേണം? ആ മകളോട് സമ്മതം ചോദിക്കണം. എന്തുകൊണ്ടാണ് ആ സമ്മതം ചോദിക്കുമ്പോൾ ചിലപ്പം മറുപടി കിട്ടൂല, മിണ്ടാതിരിക്കാവും, മൗനമായിട്ടിരിക്കാവും. പക്ഷേ ആ മൗനം എന്താണ്? സമ്മതമാണ്. അപ്പം ഇതേ കുട്ടി 5 വയസ്സായപ്പം എനിക്ക് വേണ്ടപ്പാ എന്ന് പറയാനും, ഇതേ കുട്ടി നേരത്തെ നാണത്തോടു കൂടി എന്താ പറയുക, ഹയാഓടു കൂടി പിന്നെ അത് പറയാതിരിക്കാനും, മൗനം
മൗനത്തിലിരിക്കാനും കാരണം എന്താ ആദ്യം അതിനെപ്പറ്റി ചിന്തിച്ചില്ല അല്ലേ? അതിനെപ്പറ്റി ഗഫലത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചില്ല. പ്രായമായപ്പോൾ ആ വിവാഹം എന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചു. ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ആ പ്രായമാകുമ്പോഴല്ലേ ഒരാൾ എന്തിനെപ്പറ്റി ചിന്തിക്കുക? വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നത് അല്ലേ? അപ്പം ആ വിവാഹം എന്ന ചിന്ത പോലും വരാത്ത രൂപത്തിലുള്ള സ്ത്രീകൾ, അതാണ് ഗാഫിലാത്ത്. അപ്പം ഇന്നല്ലദീന യർമൂനൽ മഹ്സനാത്തിൽ ഗാഫിലാത്ത്. പിന്നെ പറയുന്നത് അൽ മുഅ്മിനാത്ത്. മുഅ്മിനാത്ത് ആരാ? സത്യവിശ്വാസിനികളായ സ്ത്രീകൾ, ഈമാനുള്ള സ്ത്രീകൾ. ഈ 3 ക്വാളിഫിക്കേഷൻ ഒരാൾക്ക് ഉണ്ടായാൽ ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് പിന്നെ എന്തെങ്കിലും തെറ്റുവരുമോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒന്നാമത്തത് പതിവ്രത, അഫീഫാത്ത്, പരിശുദ്ധയായ സ്ത്രീ. രണ്ടാമത്തത് അത്തരം ഒരു സംഗതിയെപ്പറ്റി ഭാവനയിൽ പോലും വന്നിട്ടില്ലാത്ത സ്ത്രീ. മൂന്നാമത്തതോ വിശ്വാസത്തിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന സ്ത്രീകൾ. അത്തരം സ്ത്രീകളെ വ്യഭിചാരോരോ ആരോപണം പറയുക എന്നുള്ളത് മഹാഗുരുതരമായ തെറ്റാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പം ആലോചിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് നമ്മെ പഠിപ്പിക്കണത് ഇന്നല്ലദീന യർമൂനൽ മഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി. ഇനി ഓൽക്കുള്ള ശിക്ഷ എന്താ പറയണത്? ലുഇനു. എന്താ ലുഇനു പറഞ്ഞാൽ? നിങ്ങൾ ഖുർആനിലേക്ക് ഒന്നുകൂടി നോക്കിയാണ്. ഇന്നല്ലദീന എവിടെയാണ് ആയത്ത്? യർമൂന മുഹ്സനാത്തി താതു. എന്താ പറഞ്ഞത്? മുഹ്സനാത്തി അല്ലേ? പിന്നെ അൽ ഗാഫി ലാ തി തു എന്താ പറഞ്ഞത്? തി. മുഅ്മിന തി. ഞാൻ ചോദിക്കട്ടെ, ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതാൻ പോവാ. റഅയ്തു. മുഹമ്മദ് എന്നോ ദിന്നോ പറയേണ്ടത്? എന്താ പറയേണ്ടത്? റഅയ്തു മുഹമ്മദൻ. ഇനി ഇവിടെ ഫാത്തിമയാണെങ്കിലോ? റഅയ്തു ഫാത്തിമത്ത അല്ലേ? അങ്ങനെയല്ലേ പറയണ്ടേ? ഇനി ഞാൻ ആരോപണം പറഞ്ഞു എന്ന് കൂട്ടാം. റമൈത്തു, ഞാൻ ആരോപണം പറഞ്ഞു. ആരെ വായിച്ചു നോക്കിയാണ്? അൽ മുഹ്സനാത്തി എന്നാ പറഞ്ഞത്. അവിടെ താന്നല്ലേ പറയേണ്ടിയിരുന്നത്? നിയമപ്രകാരം, നമ്മൾ പഠിച്ച ഭാഷാ നിയമപ്രകാരം എങ്ങനെ പറയണം? താ ഗാഫിലാത്ത എന്നല്ലേ പറയണ്ടേ അല്ലേ? എന്തേ ഖുർആൻ അങ്ങനെ ഉപയോഗിക്കാതെ പോയത്? എന്തേ? ആർക്കറിയാം? ഇന്നല്ലദീന ഇങ്ങനെ ചോദ്യം ചോദിച്ച് പഠിപ്പിക്കണം. എന്താ അറിയോ നിങ്ങൾ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പടപടാവപ്പടം പൊട്ടിച്ചു പോയാൽ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങളൊന്ന് പിടിച്ചിരുത്തി ഇങ്ങനെ ചോദിച്ചാൽ എന്തുണ്ടാവും? ചിലപ്പോൾ അവിടെ തങ്ങും. അപ്പോൾ എന്തിനാ അങ്ങനെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഇന്നല്ലദീന ശരിക്ക് യർമൂനൽ മഹ്സനാത്ത എന്നല്ലേ വേണ്ടിയിരുന്നത് നിയമപ്രകാരം? പക്ഷെ തി എന്നാ പറഞ്ഞത്. വാഫിലാത്തി മുഅ്മിനാത്തി. ഞാൻ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ ആരോപണം പറഞ്ഞു എന്നില്ലേ എങ്ങനെ പറയാം? വല്ലദീന യർമൂനൽ, ആണെങ്കിൽ എന്താ പറയാ? മുഅ്മിനത്ത എന്നല്ലേ പറയാ? മഹ്സനത്ത വാഫിലത്ത എന്നാണ് പറയാ. പക്ഷെ അങ്ങനെ ഖുർആൻ ഉപയോഗിക്കാതെ അതിനൊരു നിയമമുണ്ട്. ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ? എന്താ ഈ ജമ്മു മുഅന്നസ് സാലിം എന്ന് പറയുന്നത്? ജമ്മു മുഅന്നസ് സാലിം എന്ന് പറയുന്നത് എന്താ? ഇതെന്താ? മുഅ്മിൻ, ഒരു വിശ്വാസി അല്ലേ? വിശ്വാസികൾ എന്നെങ്ങനെ നിങ്ങൾ പറയാ? എന്താ പറയാ? മുഅ്മിനൂൻ. അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ഇങ്ങനെ പറയും, അതിന് കാരണമുണ്ട്. മുഅ്മിനീൻ അല്ലേ? ഇനി മുഅ്മിനത്ത് എന്നാണെങ്കിലോ? മുഅ്മിനാത്ത് അല്ലേ? മുഅ്മിനാത്തുൻ അല്ലേ? മുഅ്മിനാത്തുൻ. മുഅ്മിനത്താണെങ്കിൽ വിശ്വാസിനികൾ, മുഅ്മിനാത്തുൻ. എന്തേ ഇവിടെ അല്ലാഹു തആല മുഅ്മിനാത്തി
മുഹ്സനാത്തി ഗാഫിലാത്തി എന്ന് പറയാൻ കാരണം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജമ്മ് മുഅന്നസ് സാലിമിന് കെസ്ർ കൊണ്ടായിരിക്കും എന്ത് കിട്ടുക? നസ്ബ് കിട്ടുക. ജമ്മ് മുഅന്നസ് സാലിമിന് കെസ്റത്ത് കൊണ്ടാണ് നസ്ബ് കിട്ടുക. അപ്പം റഅയ്തു അൽ മുഅ്മിനാത്തി എന്നാ പറയേണ്ടത്. അതേ പ്രയോഗം തന്നെയാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? വല്ലദീന യർമൂനൽ മുഹ്സനാത്തി, പിന്നെ അൽ ഗാഫിലാത്തി, പിന്നെ അൽ മുഅ്മിനാത്തി. കണ്ടോ, തീ പറയാനുള്ള കാരണം ജമ്മ് മുഅന്നസ് സാലിമാണ്. എന്താണ്? കെസ്ർ കൊണ്ടാണ് അതിന് നസ്ബ് കിട്ടുക. അപ്പോൾ പഠിച്ചവർക്ക് ഒന്നുകൂടി ഓർക്കാൻ പറ്റും. പിന്നെ പറയുന്നത് എന്താ? ലുഐനു. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആളുകൾ, ലുഐനു ഇങ്ങനെ സ്വഭാവമുള്ള ആ സ്ത്രീകളെ ആരോപണം നടത്തുന്നവരാരോ അവർ ലുഐനു. ലഅന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? അത് ലഅനത്താണ്, ശാപം. ലഅന ആ ഫീലായാൽ എന്താ അർത്ഥം? ലഅന എന്ന് പറഞ്ഞാൽ എന്താ? ലഅന ശപിച്ചു, അല്ലേ? ലഅന ശപിച്ചു. ഇതിപ്പോ ലഅന. ഇനി ലുഐന എന്നാണെങ്കിലോ? ലുഐന ശപിക്കപ്പെട്ടു. എന്താ ശപിച്ചു ശപിക്കപ്പെട്ടു തമ്മിലുള്ള വ്യത്യാസം? അതിലൊരു പട്ട കൂടിയതാ? അല്ല. എന്താ വ്യത്യാസം? വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഒന്ന് മഅറൂഫാണ്, രണ്ടാമത്തത് മജ്ഹൂലാണ്. ഒന്ന് മഅറൂഫാണ്. നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചപ്പം ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെ പഠിച്ചില്ലേനോ? അല്ലേ? എന്തിനാണ് പറയണത്? അപ്പോൾ ലഅന എന്ന് പറഞ്ഞാൽ അവൻ ശപിച്ചു എന്നാ. ലുഐന എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടു എന്നാ. എന്താ വ്യത്യാസം? ഇതിലുള്ള അർത്ഥത്തിലുള്ള വ്യത്യാസം. ഞാൻ മറ്റൊരാളെ ശപിച്ചു, ഞാൻ ശപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്ന ആരോ ശപിച്ചു. അപ്പൊ ശാപം കിട്ടി. ഞാൻ ശപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ശാപം കിട്ടിയതായിരിക്കാ? എനിക്കാണ്. ഞാൻ ശപിച്ചു എന്ന് പറയുമ്പോൾ ശാപം കിട്ടിയതായിരിക്കാ? ഷാഹിദിനാണ്, മറ്റൊരാൾക്കാണ്, അല്ലേ? ഞാൻ ശപിച്ചു, ഞാൻ ഷാഹിദിനെ ശപിച്ചു, ഞാൻ ഷാഹിദിനെ അടിച്ചു, ഞാൻ ഷാഹിദിനെ എറിഞ്ഞു എന്ന് പറയുമ്പോൾ ഏറ് കിട്ടിയതായിരിക്കാം? ഷാഹിദിൻ. ഞാൻ എറിയപ്പെട്ടു, ഞാൻ കൊല്ലപ്പെട്ടു, ഞാൻ ശപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ശാപവും എറിയലും കൊലയൊക്കെ കിട്ടിയതായിരിക്കാം? എനിക്കാണ്. മനസ്സിലായില്ലേ? അതാണ് ലഅനയും ലുഐനയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഒന്നുകൂടിയും വായിച്ചു നോക്കി. ലുഐനു, ആ ലുഐനന്റെ ബഹുവചനമാണ്, പ്ലൂറൽ രൂപമാണ് ഏത്? ലുഐനു. അവർ ശപിക്കപ്പെട്ടു. ആരാണ് അവർ ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ? ആരോപണം പറഞ്ഞ ആളുകൾ ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മളെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ആരോപണം പറഞ്ഞ ആളുകൾക്ക് ശാപം കിട്ടി. മനസ്സിലായില്ല നിങ്ങൾ? ഈ പട്ടു പട്ടാന്നൊന്നും പറയുമ്പോൾ നിങ്ങൾക്ക് ഓടൂല. അതിനപ്പം ഞാൻ വിശദീകരിച്ചേ. അപ്പം ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തി അൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനു, അവർക്ക് ശാപം കിട്ടി, അവർ ശാപത്തിന് വിധേയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. വിധേയരായി എന്നാണ് അർത്ഥം. അപ്പോൾ ലുഇനു. പിന്നെ പറയുന്നത് എന്താ? ഫിദ്ദുനിയ വൽ-ആഖിറ. എന്താ ഫിദ്ദുനിയ പറഞ്ഞാൽ? ദുനിയാവിലും അവർക്ക് ശാപം കിട്ടി, വൽ-ആഖിറ, പരലോകത്തും അവർക്ക് ശാപം കിട്ടി. പിന്നെ പറയുന്നത് വലഹും അദാബുൻ അദീം, അവർക്ക് ഗുരുതരമായ, ഭീകരമായ, ഭയങ്കരമായ ശിക്ഷയും അവർക്കുണ്ട് എന്നുള്ള. എന്താ ഈ ശാപം എന്ന് പറഞ്ഞാൽ? നമ്മൾ ശാപം എന്ന് മലയാളത്തിൽ പറയുന്നത് എന്താ? എന്തിനാണ് പറയുന്നത്? ഒന്ന്, ഐഹിക ജീവിതത്തിലെ ശാപം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുക, അല്ലേ? നമുക്ക് ഓരോ സെക്കൻഡിലും എന്തു വേണം? റബ്ബിൻ്റെ കാരുണ്യം വേണം, റബ്ബിൻ്റെ റഹ്മത്ത് വേണം, റബ്ബിൻ്റെ റഫത്ത് വേണം. ആ കാരുണ്യം കിട്ടാതെ ഇങ്ങനെ പോവുക, അതാണ് ശാപം. ചിലപ്പോൾ എനിക്കും ഇങ്ങൾക്കൊക്കെ ഉണ്ടാവും. എന്താ? ചിലപ്പം
അത് നമുക്ക് കിട്ടും. ചിലപ്പോൾ നമ്മൾ ബാപ്പനോടോ ഉമ്മനോടോ ആരുണ്ണിക്കൊക്കെ കയർത്തതാവും അല്ലേ, അവരമ്മക്കെതിരെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ റസൂല് പറയുന്നുണ്ട് അല്ലേ, ഹലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് വളരെ സൂക്ഷിക്കണം. പെട്ടെന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം നീങ്ങിപ്പോവാനുള്ള ഒരു മേഖലയാണിത്. മാതാപിതാക്കളോട് കയർക്കൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്, ലാനത്തുണ്ടാവുന്ന ഒരു സംഗതിയാണത്. അപ്പം അത് ചിലപ്പോൾ അവർ നമുക്കെതിരെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു നീരസം അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും, അത് ലാനത്തിന് കാരണം, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോവാൻ കാരണമാണ്. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നതിനാണ് എന്ത് പറയുക, ലഅനത്ത് എന്ന് പറയാം. രണ്ടാമത്തത് മുസ്ലിം വിശ്വാസി സമൂഹത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നതിനും എന്ത് പറയും, ലഅനത്ത്. നമ്മൾക്കിപ്പം ഒരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം? നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റി ആണെന്നുള്ളൊരു സന്തോഷമല്ലേ. ഷാഹിദ് ഓനെന്ത് പറ്റിയ, ഒമർ, അബൂബക്കർ, ഷർഫുദ്ദീൻ, മറ്റേ എന്താ പറയുക, ഷൗക്കത്ത്, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പറയണത്? ഒരു സമൂഹത്തിൽ ഓരോരോ കണ്ണിണ്ട്, നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ആ കണ്ണി അതിൽ നിന്നാണ് വേർപ്പെടും. എങ്ങനെ ആവുമ്പോൾ സമൂഹം എന്ന കണ്ണിൽ നിന്ന് അകറ്റപ്പെടും. അതിനും എന്ത് പറയും, ലഅനത്ത്. അപ്പം ശാപം എന്ന് പറയും. അപ്പം നോക്കി നിങ്ങൾ, ലഅനത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കണ ലഅനത്തുണ്ടാവും, വിശ്വാസി സമൂഹത്തിൽ നിന്ന് ആ മഹലിൽ നിന്ന് ലഭിക്കണ ലഅനത്തുണ്ടാവും, ഇങ്ങനെ ആരോപണം പറയുന്നവർക്ക്. അതുകൊണ്ടാണ് ലഅനു ഫിദ്ദുനിയ, പരലോകത്ത് മാത്രമല്ല, പരലോകത്ത് വേറെ വലിയ ലഅനത്ത് വരാൻ പോകുന്നുണ്ട്. ദുനിയാവ് തന്നെ എന്തുണ്ട്, അവർക്ക് ലഅനത്ത് ലഭിക്കും. അപ്പം ലഅനു ഫിദ്ദുനിയ, പിന്നെ പറയുന്നത് വല്ലാഹിറ, പിന്നെ പറയുന്നത് വലഹും, അവർക്കുണ്ട് താനും. അപ്പം ലഅനത്തോടു കൂടി കയ്യും നിൽക്കണ്ട, ലഅനത്തോടു കൂടി കയ്യോ ഇല്ല, വലഹും, ഇത്തരം ആരോപണം പറഞ്ഞ ആളുകൾക്കുണ്ട് എന്താ ഉള്ളത്, അദാബുൻ. അദാബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ശരിക്കർത്ഥം എന്താ? അദാബ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നമ്മൾ ഈ പഠിക്കണമൊക്കെ ഭാഷ കേട്ടോ. അദാബ്, ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷ. ഒരു ജീവനുള്ള ആളെ വേദനിപ്പിക്കണതിനാണ് എന്ത് പറയാ, അദാബ്. അതാണ് അതിൻ്റെ ഭാഷാർത്ഥം, ജീവനുള്ള ഒരാളെ വേദനിപ്പിക്കുക. ഈലാമു ഹയ്യിൻ, ജീവനുള്ള ഒരാളെ വേദനിപ്പിക്കുക. അപ്പം ആ അദാബിന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ ചില സ്ഥലത്ത് അദാബും മുഹീൻ, മറ്റൊരു സ്ഥലത്ത് അദാബുൻ അലീം, മറ്റൊരു സ്ഥലത്ത് അദാബുൻ അലീം. എന്താ വ്യത്യാസം? ചിന്തിക്കേണ്ടതാണ്. അദാബും മുഹീൻ എന്ന് പറയുന്നത് എന്താ? എനിക്കിപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ ശരീരത്തിൽ അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുക എവിടെയാണ്? നിങ്ങളുടെ സ്കിന്നിന് അല്ലേ, സ്കിന്നിനല്ലേ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഞാനൊന്നും ചെയ്യില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കും. എങ്ങനെയാണത്? ആ വേദന എന്തിനായിരിക്കും? മനസ്സിന് അല്ലേ. അപ്പം അദാബു മുഹീൻ, അപമാനകരമായ, അപമാനമുണ്ടാക്കുന്ന രൂപത്തിലുള്ള അദാബ് എന്ന് പറയുന്നത് ആ മാനസികമായ എന്താണ്, വേദനിപ്പിക്കലാണ്. ഇനി അദാബുൻ അലീം എന്ന് പറഞ്ഞാലോ, വേദനയുടെ അളവ് എത്രയെന്ന് അറിയില്ല. നിങ്ങളെ ഞാനിപ്പോൾ നിങ്ങളെ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അടിക്കുമ്പോൾ നിങ്ങളുടെ ശക്തി അനുസരിച്ചല്ലേ ഇപ്പം എന്നെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ. നിങ്ങളെത്തിപ്പോൾ എന്താ ആയുധമുള്ളത്? ഈ 4 ചെള്ളി വിരലുമായിട്ട് നിങ്ങൾ അടിച്ചാൽ ഇപ്പം എന്തോ ഉണ്ടോ? ഇല്ല. അതിനനുസരിച്ചുള്ള വേദന നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്നാൽ എന്നേക്കാൾ പവർ കൂടിയ വലിയൊരു ആയുധവുമായൊക്കെ വന്ന് നിങ്ങൾ ആക്രമിച്ചാലോ അതിൻ്റെ വേദന അതിലപ്പുറമാണ്. ഇനി മനുഷ്യരെക്കാൾ ശക്തിയുള്ള ഏതെങ്കിലും ആയുധം കൊണ്ട് നിങ്ങൾ ആക്രമിക്കുമ്പോഴോ അതിൻ്റെ വേദന അതിനേക്കാൾ അപ്പുറമാണ്. അപ്പോൾ ദുനിയാവിൽ മനുഷ്യന് ആ ശിക്ഷ ലഭിക്കുമ്പോൾ ആ ശിക്ഷയുടെ വേദന എന്ന് പറയുന്നത് ആ ശിക്ഷിക്കുന്ന ആളുടെ പവർ അനുസരിച്ചിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? എങ്കിൽ ആ മനുഷ്യരുമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളൊന്നുമല്ല നിങ്ങളെ ശിക്ഷിക്കണത്. ആരാണ്? സൃഷ്ടാവായ അള്ളാഹുവാണ് നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ ആ പിന്നെ ശിക്ഷയുടെ വേദന എത്രയായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ?
സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല. അത്തരം രംഗത്താണ് എന്തു പറയാ, അദാബുൻ അലീം, വേദന എത്രയൊന്നും അറിയില്ല. പിന്നെ അലീം എന്നറിയണതോ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും സാധിക്കൂല നരകത്തിലെ ശിക്ഷ. നമുക്കിപ്പോൾ ഇവിടെ ജയിലിൽ പോയാൽ ആദ്യം ചാട്ടവാറ് കൊണ്ട് ഒരു 100 അടി കിട്ടും. നമുക്ക് ഏകദേശം സങ്കല്പിക്കാം ആ ചാട്ടവാറിനോടുള്ള വേദന എത്രയെന്നൊക്കെ കിട്ടിയ ആളാണെങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ ആരെയും പറഞ്ഞിട്ടിട്ടൊക്കെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ 2 അടിയേ കിട്ടുള്ളൂ, അത് കാലിൻ്റെ താഴെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൻ്റെ വേദന ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്കിൽ സൃഷ്ടാവായ അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ആ ഗൗരവം എത്രയാണ്, അതിൻ്റെ അളമത്ത് എത്രയാണ്, ഭീകരത എത്രയാണ് എന്ന് മനുഷ്യനെ പറയാൻ പോലും മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത എന്ന് പറഞ്ഞാൽ ഭാവനക്കപ്പുറമാണ്, സങ്കല്പത്തിനപ്പുറമാണ് ഏത്, അദാബുൻ അലീം. അപ്പം അള്ളാഹ് ഇവിടെ ഉപയോഗിച്ചത് എന്താ, ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ. പിന്നെ പറഞ്ഞത് വലഹും അദാബുൻ അലീം. അണ്ടങ്ങൾ അള്ളാഹിൻ്റെ ഓരോരോ പ്രയോഗം എന്തുണ്ട്, ഒരുപാട് ചിന്തിക്കാനുള്ളതാണ്. ഇപ്പം ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്, ഭാഷയാണ്, ഭാഷാ പ്രയോഗങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് അള്ളാഹു കൊണ്ടുവരുന്ന എപ്പോഴാണ്? ഇതിനു മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞത്? ആ സൂറത്തൊന്ന് മറിച്ച് നോക്കിയാണ് ഫസ്റ്റിൽ എന്താ പറഞ്ഞത്? ഇതിനു മുമ്പ് ആദ്യം എന്തൊക്കെ പറഞ്ഞു? ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പറഞ്ഞില്ലേ? പിന്നെ ആരോപണം പറയുന്നവർ, പിന്നെ പറഞ്ഞത് ഹദീസുൽ ഇഫ്ക്, പിന്നെ അതിൻ്റെ ഇടയിൽ എന്ത് കൊണ്ടുവന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുക്കൂല എന്ന് പറഞ്ഞത് വലാ യത്തലി എന്ന് പറഞ്ഞില്ലേ? കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ആയത്തിറക്കി. എന്തു കൊടുക്കൂല എന്നാണത്? ഉപജീവന മാർഗത്തിന് കൊടുത്തിരുന്ന സദക്ക. അപ്പോൾ കണ്ടങ്ങൾ അതിൻ്റെ ഇടയിൽ അല്ലാഹു തആല ആരോപണം ഇങ്ങനെ പറഞ്ഞിട്ട് ആ വിഷയമായി ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഉപജീവനവും കൊണ്ടുപോയിട്ട് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ എന്തിനാ? എന്താണ് അതിലൊരു ഹിക്മത്തുണ്ട്. എന്താ ഹിക്മത്ത്? എന്തിനാ അല്ലാഹു തആല ഏത് ദുനിയാവിലെ കാര്യം പറയുമ്പോഴും അതൊരു ഭക്ഷണവുമായി റിലേറ്റഡ് ആയിരിക്കുന്ന, അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്ന ഏത് കാര്യങ്ങളും എടുത്തു നോക്കേണ്ടി എപ്പോഴും ഒരു റിസ്ക്കുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. ആ റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്താണ് എന്തുണ്ടാവുക? അധികവും എന്തു വരിക? ആരോപണവും വരിക, അല്ലേ? ആരോപണവും വരുന്നത് റിസ്ക്കുമായിട്ട്, അല്ലെങ്കിൽ ആ റിസ്ക്കിലേക്ക് എത്തുന്ന മാർഗങ്ങളുണ്ടാവും, കാശാവും. അപ്പോൾ അതുമായിട്ട് ഇവിടെ ഇപ്പം അത് തന്നെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഭവം, എന്നാൽ അബൂബക്കർ റളിയല്ലാഹുവിന് അല്ലാഹു തആല കൊടുക്കൂല എന്ന് പറഞ്ഞ് ശപഥം ചെയ്തത് എന്ത് ചെയ്തു? കൊടുക്കണം, വലാ യത്തലി എന്ന് പറഞ്ഞിട്ട് ആയത്തിറങ്ങിയില്ലേ? അത് കൊടുക്കണം എന്ന് പറയുന്നത് ആ റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഈ ആരോപണത്തിലധിക ഭാഗവും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാകും? റിസ്ക്കുമായിട്ട് അതിന് ബന്ധമുണ്ടാകും എന്നാ. എന്താണ് റിസ്ക്കിന് അല്ലാഹു തആല ഇവിടെ ഏറ്റവും എടുത്തു പറഞ്ഞത്? ഇപ്പം എന്നോട് ഒരാൾ വന്നിട്ട് പറയാം, എനിക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ ഇജ്ജ് കൊടുക്കണം എന്നാ പറഞ്ഞാൽ ഞാൻ കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കുമോ? എന്നാൽ എനിക്ക് കിട്ടണതിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാലോ എന്തു ചെയ്യും? കൊടുക്കും. എന്തേ ഇപ്പം നിങ്ങൾ ചെറിയ മോൻ്റെ അടുത്ത് ഒരു സാൻഡ്വിച്ച്, ഒരു മുട്ടായി വാങ്ങിയിട്ട് ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് കാക്കാക്ക് ഒരു കഷ്ണം കൊടുക്കാം, പിന്നെ ഇത് കാക്കാക്ക് കൊണ്ട് കൊടുക്ക്. കൊടുക്കുവാന് കൊടുക്കൂല. എന്നാൽ ഒരു കഷ്ണം, ഒരു പൊട്ടവന് കൊടുക്കാറുമ്പോൾ കൊടുക്കും. എന്തേ പൊട്ട് കൊടുക്കാൻ അവനെ പ്രേരിപ്പിച്ചത്? മുഴുവൻ ഓൻ കൊടുക്കാൻ തയ്യാറാവാത്തത് ഓൻ്റെ കാക്കനല്ലേ, അല്ലേ? ഓൻ്റെ താത്തയല്ലേ? ആണ്. ഓൻ്റെ അഞ്ചനല്ലേ, ഏട്ടനല്ലേ? ഒക്കെ ആണ്. പക്ഷെ എന്തേ ആ കുട്ടി കൊടുക്കാതിരുന്നത്? മനുഷ്യൻ്റെ മനസ്സ് ആ രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മിൽക്കിയത്തിലാണ് ഈ സമ്പത്തൊക്കെ. പക്ഷേ അല്ലാഹു തആല തൽക്കാലം നമ്മളെ പിന്നെ ഒരു സുൽഫായിട്ട് നമ്മളെ ഏൽപ്പിച്ചു എന്നുള്ളൂ, അള്ളാഹു തിരിച്ചെടുക്കും. അപ്പോൾ അതിൽ നിന്ന് മുഴുവങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൊടുക്കുമോ? ഇല്ല. ഇൻ യസ്അൽകുമൂഹ ഫയുഫിക്കും, നിങ്ങളോട് ആ സമ്പത്ത് മുഴുവൻ അല്ലാഹു തആല ചോദിക്കുകയാണെങ്കിൽ
എന്നിട്ട് അല്ലാഹു തആല അത് കൊടുക്കണമെന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? തബ്ഖലു, അല്ലേ? അപ്പം ആ 2.5% വരിക. അപ്പം ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് അല്ലാഹു തആല മുഴുവൻ കൊടുക്കല മനുഷ്യൻ, അല്ലേ? അത് ആർക്കറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അറിയാം. മുഴുവൻ നേരങ്ങളും സ്കരിക്കണം എന്ന് പറഞ്ഞാലോ നിസ്കരിക്കോ? എന്താ അത്, ഒരു മിനിറ്റ് ഇരിക്കാൻ നേരല്ലേ, പിന്നെ നിൽക്കാരം തന്നെ. അപ്പം അല്ലാഹു തആല നേരത്തെ 50 ഉള്ളത് എന്താക്കി? നമുക്ക് 5 ആക്കി. നിങ്ങളത് ചെയ്താൽ മതി, അല്ലേ? വളരെ ഈസി. ഒന്ന് ക്ഷീണിക്കുമ്പോൾ പോയിട്ട് നിസ്കരിച്ചാൽ മതി, അല്ലേ? അപ്പം ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്ത. അപ്പോൾ ഇവിടെയൊക്കെ ആ മുഴുവൻ എന്നുള്ള ആ സംഗതിയല്ല അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. മറിച്ച് എന്താണ്? അല്ലാഹു തആല തന്നതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നിങ്ങൾ കൊടുക്കണം. ഒരു ചെറിയ അധ്വാനം, അത് നമസ്കാരമാണെങ്കിൽ ആ നമസ്കാരം, ആ ചെറിയൊരു സമയം അല്ലാഹു തആല കൊടുത്താൽ ആ ലഅനത്ത് നിന്ന് നമ്മളവിടെ മാറിക്കും. നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം. ഇപ്പം നമ്മൾ കൊടുത്തിരുന്ന സദക്ക അങ്ങനെ കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളറിയാതെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, അല്ലേ? നമ്മൾ മറ്റൊരാൾക്ക് നൽകിയിരുന്ന ആ ചെറിയ 1 ദീനാറ് 1/2 ദീനാറ് അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത്, വമൻ യത്തഖില്ല, എന്താണ് അവിടെ ആയത്ത് പറയുന്നത്? യജ്അൽ ലഹു ഭാഗ്യം കിട്ടും എന്നുള്ള. ഇനി ഒന്നുകൂടി, ആയിഷ ബീവിയെ പറ്റിയാണോ ഇത് പറയുന്നത്? അതല്ല, ഇത്തരം ആരോപണങ്ങൾ പറയുന്ന എല്ലാവരെ പറ്റിയാണോ ഈ ആയത്ത് പറയുന്നത്? ഈ ആയത്ത് ഇറങ്ങാനുള്ള ഹേതു എന്താ? ഈ ആയത്ത് ഇതിൻ്റെ മുമ്പുള്ള ആയത്തൊക്കെ ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്വത്തും മിൻകും ലാ തഹ്സബൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ? അതൊക്കെ ആയിഷ ബീവിയുടെ പേരിലല്ലേ, അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതും. അപ്പോൾ ആയിഷ ബീവിയുടെ പേരിലാണല്ലോ ഈ ആയത്ത് ഇറങ്ങിയത്, ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇത് ആയിഷ ബീവിക്ക് മാത്രം ബാധകമാണോ? അതല്ല, ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ഈ പണിയെടുക്കുന്ന, ഈ ആരോപണം നടത്തുന്ന എല്ലാവർക്കും ഈ ഇസ്പണം ചെയ്തവർക്കാണിത് എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതർ. അതിനവർക്കുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് അൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി എന്നാണല്ലോ. അപ്പം അത് അത്തരം സ്ത്രീകൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്ന കുറച്ച് പണ്ഡിതന്മാർ. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ ഹുക്മ് അവർക്ക് മാത്രമല്ലല്ലോ, അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അന്ന് ആയിഷ ബീവിയെ പറ്റി ആരോപണം പറഞ്ഞവർ അതിൽ പ്രത്യേക സ്ഥാനമുണ്ടെങ്കിലും പിന്നീട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ആരോപണം പറയുന്ന ആളുകൾക്കൊക്കെ ഈ ഹുക്മ് ബാധകമാണ് എന്ന് പറഞ്ഞ ഇത് കാണാം. അപ്പം വാഫിലാത്ത് ആയിഷ ബീവിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആയിഷ ബീവിയുടെ പിന്നെ സർവൻ്റായ ബരീറനോട് ചോദിക്കണ്ടല്ലോ, അല്ലേ? ആദ്യം ആയത്തിറങ്ങുന്നതിന് മുമ്പ് ബരീറിനോട് എന്ത് ചോദിക്കണ്ട? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചോദിക്കണം? ഉറങ്ങും ചെയ്യും. കോഴികൾ വന്നിട്ട് ആക്കെ കൊത്തി തിന്നു പോവും. അത്തരം ഒരു അശ്രദ്ധ ആർക്കുണ്ട്? ആയിഷക്കുണ്ട് എന്നാണ് പിന്നെ സർവൻ്റായ ബരീറ ആയിഷ ബി. അപ്പം നോക്കി നിങ്ങൾ, അതൊരു സൂചനയാണ്. നമ്മളെ ചെറിയ കുട്ടികൾ എന്തായിരിക്കും ഒരു പണി ഏൽപ്പിച്ചാൽ, ഈ പിന്നെ ചക്കയൊക്കെ പിന്നെ ഇതെടുത്തിട്ട് അതിൻ്റെ ചുള എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു കത്തിയായിട്ട് ഇങ്ങനെ തോണ്ടിയിട്ടുണ്ടാവും. അതിൻ്റെ അടുത്ത് വേറെ എവിടെയും കുട്ടികളെ ഏൽക്കാൻ പോയിട്ടുണ്ടാവും. എന്താണ് കാരണം? ഓല ശ്രദ്ധ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓലെന്താണ് ഈ കുട്ടിക്കളിയിലാണ്. ഓല അതിനെ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താണ്? ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പോലും ഓൽക്ക് വരുന്നില്ല. അതാണ് ആയിഷ ഖാദിമത്തായ ആ സ്ത്രീ വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു കൗമാരത്തിലുണ്ടാവേണ്ട പക്വതയിലെത്തിയിട്ടില്ല. കൗമാരപ്രായമാകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹ്സനാത്തിൽ മുഅ്മിനാത്തി എന്ന് അല്ലാഹു തആല പ്രത്യേകം പറയാനുള്ള കാരണം എന്നുള്ളതാണ്. ഇനി നോക്കുങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇവർക്ക് പറഞ്ഞിട്ടുള്ള ശിക്ഷ ഒന്നെന്താണ്? ലഅനത്താണ്. ആ ലഅനത്ത് എവിടുന്നൊക്കെ കിട്ടും? ദുനിയാവിന്നും കിട്ടും, പരലോകത്തും കിട്ടും. പരലോകത്ത് എന്താ അവർക്ക് കിട്ടാൻ പോണ ലഅനത്ത്? നരകശിക്ഷ എന്ന് മാത്രമല്ല, മലക്കുകൾ വരെ എന്തു ചെയ്യും? അവർ ശപിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ വരെ ശപിച്ചുകൊണ്ടിരിക്കും, അല്ലേ? സത്യവിശ്വാസികളായ ആളുകൾ ശപിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ ആ ശാപം അവർക്ക് പരലോകത്തുണ്ടാവും ഇഹലോകത്തുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അദാബുൻ അലീം എന്നാണല്ലോ പറഞ്ഞത്. അതേപോലെ അദാബുൻ അലീം ഇത്തരം പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞു കാണാം. 72 സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അദാബുൻ അലീം എന്നുള്ള ആ പദപ്രയോഗം തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലഹും അദാബുൻ അലീമും ബിമാ കാനു യക്ദിബൂൻ എന്നൊരു സ്ഥലത്ത് കാണാം അല്ലേ? അവർ കളവാക്കിയത് കാരണത്താൽ അവർക്ക് അലീം. ഇനി ഹദീസിലേക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 മഹാപാപങ്ങൾ എണ്ണുണ്ടല്ലോ. സബുൽ മുബിക്കാത്ത് എണ്ണില്ലേ? ആ സബുൽ മുബിക്കാത്തിൽ ഒന്നാമത്തത് ഏതാ? ഒന്ന് ഷിർക്കാണ്. രണ്ടാമത്തതോ സിഹറാണ്. മൂന്നാമത്തതോ ഇതപ്പം സിഹറൊക്കെ പൈലത്ര വലിയതാണോ നോക്കാം. നമ്മളിങ്ങനെ ചിന്തിക്കൂലേ? ആ വലിയൊരു വിഷയമാണ്, പിന്നാക്കാം. പിന്നെ മറ്റൊന്ന് ഖത്ലുൻ നഫ്സ്. ഖത്ലുൻ എന്ന് പറഞ്ഞാൽ ഖത്ലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹക്ക്, അനർഹമായി കൊല്ല അല്ലേ? പിന്നെ അക്ലു റിബ, മറ്റൊന്ന് അക്ലു മാലിൽ യതീം, പിന്നെ വത്തവല്ലി യൗമസാഫ്, യുദ്ധത്തിൻ്റെ ഇന്ന് പിന്തിരിഞ്ഞോടുക. ലാസ്റ്റ് പറഞ്ഞ എന്താ? കദ്ഫുൽ മഹ്സനാത്തിൽ വാഫിലാത്തിൽ മുഅ്മിനാത്ത്. നോക്കി നിങ്ങൾ, ഈ ഒരു വിഷയം ആരോപണം പറയുക എന്നുള്ളത്, ദുരാരോപണം പറയുക എന്നുള്ളത് 7 മഹാപാപങ്ങൾ സബുൽ മുബിക്കാത്തിലാണ് അള്ളാഹിൻ്റെ റസൂൽ എണ്ണി. അപ്പം അതിൻ്റെ ഗൗരവങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതിൻ്റെ അപകടം എത്രയാണ്? പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. 7 മഹാപാപങ്ങൾ ചെയ്താൽ പിന്നെ അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഒരു ഇതിൽ കാണാം, ഹദീസിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ഫുൽ മഹ്സിന യഖ്ദിമു അമല മിഅത സന. ഒരാൾ ദുരാരോപണം പറഞ്ഞാൽ അയാൾ 100 വർഷം അധ്വാനിച്ച അമലു സാലിയാത്തൊക്കെ പൊളിഞ്ഞിട്ട് വീഴുന്ന 100 വർഷം എന്നാണ് ഇമാം തബ്രാനി ഇല്ലാതെയായി പോകും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇമാം. അപ്പോൾ ഈ ആരോപണം പറയുന്നത് എവിടുന്നാ ഉണ്ടാവുക? നാവിൻ തുമ്പത്ത് നിന്നല്ലേ അല്ലേ? അതിന് നമ്മൾ ഉപയോഗിക്കണ ആയുധം എന്താ? ഏതാ പ്രധാനപ്പെട്ട ആയുധം? ഏതാ? നാവ് അല്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ. ഒരു മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ട് ഒരൊറ്റ കലിമത്ത് സംസാരിക്കും. മാ യതബയ്യനു മാഫിയ, അതിലെന്താ ഉൾക്കൊള്ളുന്നതെന്ന് ഓന് അപ്പം മനസ്സിലാവില്ല. അതുമൂലം യഹ്വി ബിഹാ ഫിന്നാർ, ആ ഒരൊറ്റ വാക്ക് കൊണ്ട് ഓൻ എന്ത് ചെയ്യും? നരകത്തിലേക്കാണ്ട് ആപ്പതിക്കും എന്നുള്ളതാണ്. എത്രത്തോളം നരകത്തിൻ്റെ അടിയിലേക്ക്? മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്ക് പടിഞ്ഞാറിൻ്റെ അത്ര പിന്നെ ദൂരെയുള്ള അത്രയും അഗാധത്തിലേക്കാണ് ആ ഒരൊറ്റ വാക്ക് കൊണ്ട് ആ മനുഷ്യൻ നരകത്തിൽ ആപതിക്കുന്നത്. അപ്പോൾ എന്തേപ്പം കാരണം? മനുഷ്യൻ്റെ നാവ് ഇതേപോലുള്ള ദുരാരോപണങ്ങൾ പറയാൻ ഉപയോഗിച്ചാൽ അവന് വരാൻ പോകുന്നത് നരകത്തിൻ്റെ ആഴിയാണ് എന്ന് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു വാക്ക് പറഞ്ഞാലോ, അള്ളാഹിൻ്റെ തൃപ്തി കിട്ടുന്ന ഒരു വാക്ക് പറഞ്ഞാലോ, അതുകൊണ്ട് എന്താവും? സ്വർഗം മാത്രമല്ല കിട്ടണത്, സ്വർഗം മാത്രമല്ല, മറിച്ചെന്താ? സ്വർഗത്തിലെ പദവികൾ ഇങ്ങനെ ഉയർന്നുയർന്നു കിട്ടുന്ന അല്ലേ? നല്ലൊരു വാക്ക് ഒരാളോട് പറഞ്ഞാൽ അള്ളാഹിൻ്റെ തൃപ്തിയിലുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ല. ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്വർഗത്തിലെ ദറജകൾ ഉയർന്നുയർന്നു പോകും. എന്നാൽ നേരെ തിരിച്ച് അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ നരകത്തിൻ്റെ ആഴിയിലേക്ക് അവൻ ആപതിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്ര വലിയ കാര്യമാണേത് ആരോപണം പറയുക എന്നുള്ളത്. അതുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ഒരിക്കൽ ചോദിക്കണ്ടല്ലോ, എന്താ? അല്ല, മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അള്ളാഹുവിൻ്റെ റസൂലെ, നമ്മൾ നാവ് കൊണ്ട് ഈ പറഞ്ഞ ആ വാക്ക് നമ്മൾ ശിക്ഷിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പം മുആദിനോട് റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? വഹൽ യകുബ്ബുൻ നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം. മനുഷ്യന്മാരുടെ നാവുകൾ കൊയ്തെടുത്തതിൻ്റെ ഫലമായി അല്ലാതെ നരകത്തിലേക്ക് മുഖം കുത്തി അവർ വീഴ്ത്തപ്പെടുമോ മുആദേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ്റെ നാവ് എന്ന് പറയുന്നത് വളരെ സൂക്ഷിക്കണം. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താവും?
നരകത്തിലേക്ക് ആപതിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ടാണ് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ മൻ നജാത്ത്, രക്ഷാമാർഗം എന്ന് പറഞ്ഞാൽ എന്താ റസൂലെ? അപ്പം നബി അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അംസിക് അലൈക ലിസാനക്, നാവ് പിടിച്ചുക്ക, വല്യസഉക ബൈതുക്, എങ്കിൽ എൻ്റെ കുടുംബവും വീടൊക്കെ വിശാലമാവും. പിന്നെ വബ്കി അല ഖതിഅതിക്, നിന്റെ പാപങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക, പിന്നെ കരയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ദുഃഖം പ്രകടിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ നാവ് കൊണ്ട് എന്തുണ്ടാവും? വലിയ അപകടം ഉണ്ടാവും. ദുനിയാവ് തന്നെ നമ്മുടെ വീടും കുടുംബവും ഒക്കെ കൊളാവാൻ, സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം ഒക്കെ കൊളാവാൻ, അല്ലേ, മഹലിൽ നമ്മളെ ഇതൊക്കെ വഷളാവാൻ ഈ ഒരൊറ്റ നാവിൻ തുമ്പത്ത് നിന്ന് വരുന്ന വാക്ക് മതി. അതുകൊണ്ടാണ് വല്ലദീന യർമൂനൽ വഹ്സനാത്തിൽ വാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനു ഫിദ്ദുനിയ വല്ലാഹിറ വലഹും അദാബുൻ അലീം എന്ന് അല്ലാഹു പറഞ്ഞതിലുള്ള ആ ഗൗരവമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി മതിയില്ലേ, ഇതെയോ ഞാൻ അടുത്ത എന്തേക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.